ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹുണ്ടായി വെന്യൂ 2026 HX5+ എന്നൊരു വേരിയന്റാണ്. ഈ ഒരു വേരിയന്റിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു വേരിയന്റാണിത്. അപ്പോൾ നമ്മൾക്ക് ഇത് കൂടുതലായിട്ട് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേച്ചർ ഡിസിമിയുടെ പുതിയൊരു വീഡിയോ കാണാം. അപ്പോൾ മുൻഭാഗത്തേക്ക് ലുക്ക് ആണെങ്കിൽ ഒരു നല്ല പ്രീമിയം രീതിയിലാണ് ലുക്ക് വന്നിരിക്കുന്നത്. DR നോക്കുവാണെങ്കിൽ ഇവിടെ DR കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. റിമൈനിങ് DRന്റെ റിമൈനിങ് പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊജക്ടറായിട്ട് ഹെഡ്ലാമ്പ്സ് ആണ്, LED അല്ല, ഹാലജൻ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷൻ നോക്കുവാണെങ്കിൽ കണക്ടിംഗ് ആയിട്ട് ഇതില്ല, DR ഇല്ല, ഒരു ഡമ്മി പീസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ അതാണ് കണക്ടിംഗ് DR ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ഹുണ്ടായിന്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. ഇത് ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു ബോക്സി ഫിനിഷിംഗിലാണ് വന്നിരിക്കുന്നത്. താഴേക്ക് പോകുവാണെങ്കിൽ സ്കിഡ് പ്ലേറ്റിന്റെ ഒരു പോർഷൻ കാണാൻ പറ്റും. ഒരു ഗ്രേ കളറിലാണ് അതിന്റെ ഒരു പോർഷൻ ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം കാണിച്ചു തരാം. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം വന്നിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് LED കൺവേർട്ട് ചെയ്യാം. ഈ രീതിയിലാണ് ഇതിന് കീ വരുന്നത്. ലോക്ക് അൺലോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹുണ്ടായിന്റെ ബാഡ്ജിന്റെ അതായത് എംബ്ലത്തിന്റെ രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്, കീ വന്നിരിക്കുന്നത്. കീലെസ് എൻട്രി ആണ് ഈ ഒരു HX5+ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇൻഡിക്കേറ്റർ നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ഇൻഡിക്കേറ്റർ കാണുന്നത്. സൗണ്ട് വരുന്നുണ്ട് കേട്ടോ, ലോക്കൊക്കെ സൗണ്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ അൺലോക്ക് ചെയ്ത് മിററും ഓട്ടോ ഫോൾഡിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിന്റെ ഫ്രണ്ടിലത്തെ ഒരു പോർഷൻ വരുന്നത്. ബോണ്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു ബോണ്ടാണ് വന്നിരിക്കുന്നത്. ക്യാരക്ടർ ലൈൻസ് ഇൻക്ലൂഡ് ആക്കിയത് കാണാൻ പറ്റും. പിന്നെ ഉയർന്നു നിൽക്കുന്ന വിൻഷീൽഡ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹിഡൻ ആയ രീതിയിലുള്ള വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഓവറോൾ മുൻഭാഗത്തെ കാര്യങ്ങൾ വരുന്നത്. നേരെ വശങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ 15 ഇഞ്ച് വീലാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മുൻഭാഗത്ത് ഡിസ്ക് ബ്രേക്കും വന്നിട്ടുണ്ട്, പിൻഭാഗത്ത് ഡ്രം ബ്രേക്കും വന്നിട്ടുണ്ട്. മാക്ഫേഴ്സൺ സ്റ്റഡാണ് ഫ്രണ്ട് ഭാഗത്തെ സസ്പെൻഷൻ വരുന്നത്. പിന്നെ ഇതവിടെ ക്ലാഡിങ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയത് കാണാൻ പറ്റും. നോർമൽ ആയ രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വശത്തേക്ക് നോക്കുവാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള OBR മിറർ കൊടുത്തിട്ടുണ്ട്, ഓട്ടോ ഫോൾഡിംഗ് കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ബോഡി കളറിലാണ് ഹാൻഡിലൊക്കെ വന്നിരിക്കുന്നത്. കീലെസ് എൻട്രിയുടെ ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മാനുവൽ കീയുടെ ബട്ടൺ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. A പില്ലറും B പില്ലറും C പില്ലറും ഗ്ലോസിയിലാണ്. C പില്ലർ ഗ്ലോസിയിലല്ല, C പില്ലറിന്റെ ഈ ഒരു പോർഷൻ ഒരു മാറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെന്യൂവിന്റെ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓവറോൾ നോക്കുവാണെങ്കിൽ കുറച്ച് നീളം കൂടി ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ടായിരിക്കാം ആ ഒരു ഫീൽ കിട്ടുന്നത്. ഈ രീതിയിലാണ് ഇതിന്റെ വശത്തെ കാഴ്ചയുള്ളത്. ഇനി നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇത് ഒരു ഷാർപ്പിന്റെ ആന്റിന കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്പോയിലർ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ടോപ്പ് മൗണ്ട് ആയിട്ടുള്ള ബ്രേക്ക് ലാമ്പ് കാണാൻ പറ്റും. ഡീഫോഗർ ലൈൻസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബാഡ്ജിങ് മുൻപിൽ കണ്ട അതേ രീതിയിലുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വെന്യൂവിന്റെ ബാഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ കാണാൻ നല്ല പ്രീമിയം ഫീലാണ്. പിന്നെ ടെയിൽ ലാമ്പ് ഒക്കെ LED ആയിട്ട് തന്നെ ഇൻക്ലൂഡ് ആക്കിയത് കാണാൻ പറ്റും. ഇൻഡിക്കേറ്റർ നോക്കുവാണെങ്കിൽ താഴേക്കാണ് ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത്. മുൻഭാഗത്ത് DRന്റെ സമാനമായ രീതിയിലുള്ള ഒരു റിഫ്ലക്ടർ പിൻഭാഗത്ത് കാണാൻ പറ്റും. റിവേഴ്സ് സെൻസേഴ്സ് ഇവിടെ ഇൻക്ലൂഡ് ആക്കിയത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്യാമറയും കാണാൻ പറ്റും. പിൻഭാഗത്ത് നോക്കുവാണെങ്കിലും സ്കിഡ് പ്ലേറ്റ് അതായത് മുൻഭാഗത്ത് കണ്ട അതേ രീതിയിലുള്ള സ്കിഡ് പ്ലേറ്റിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് ലൈറ്റ് ഇത് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്, അത് 2 കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ബൂട്ട് സ്പേസ് ഞാൻ കാണിച്ചു തരാം. ഈ രീതിയിലാണ് ബൂട്ട് സ്പേസ് വരുന്നത്. പാർസൽ ഡ്രൈവ് വരുന്നില്ല, നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. സ്പെയർ വീൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൂൾസും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. കവറും കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡോറിന്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഡോർ വരുന്നത്. ഓൾമോസ്റ്റ് 90 ഡിഗ്രി ആയിട്ട് തുറക്കാൻ പറ്റും. പിന്നെ ഈ ഒരു രീതിയിലുള്ള ഒരു ഡിസൈനിങ് ആണ്, ഒറ്റ കളറിലാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഹാൻഡിൽ മാത്രം ഒരു പ്രീമിയം ഫിനിഷിംഗ് ടച്ചിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ HX5+ തൊട്ട് ഓട്ടോ ഫോൾഡിംഗ് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പൊസിഷൻ നോക്കുവാണെങ്കിൽ ലോക്ക് അൺലോക്ക് ബട്ടൺ, പിന്നെ 4 ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ ലോക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പ്ലാസ്റ്റിക്കിന്റെ ഫിനിഷിംഗ് ആണ്. പിന്നെ താഴേക്ക് പോകുകയാണ് ചെറിയൊരു സ്റ്റോറേജും ഒരു സ്പീക്കറും ഇൻക്ലൂഡ് ആക്കിയത് നമുക്ക് ഈ ഒരു വശങ്ങളിൽ കാണാൻ പറ്റും. പിന്നെ വലിയൊരു ഗ്ലാസ് ഏരിയയും കൂടിയാണ് വരുന്നത്. ഇനി നേരെ ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഡ്രൈവർ സീറ്റാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ സീറ്റൊക്കെ അത്യാവശ്യം നല്ല സീറ്റാണ്, നല്ല വലിപ്പമുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ടൊക്കെ കിട്ടുന്ന രീതിയിലുള്ള സീറ്റാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഇതിലേക്ക് ഡാഷ്ബോർഡിലേക്ക് നോക്കുവാണെങ്കിൽ AC വിൻഡ് ഈ രീതി കൊടുത്തിട്ടുണ്ട്. ഒരു ടെക്സ്ചർ ഒക്കെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിന്റെ തൊട്ട് സൈഡിലായി പുഷ് സ്റ്റാർട്ട് ബട്ടൺ ഇൻക്ലൂഡ് ആക്കിയത് കാണാൻ പറ്റും. ഇവിടെ ഒരു ടെക്സ്ചർ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു ഫിനിഷിംഗ് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് ഈ AC വിൻഡിന് ചുറ്റുമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്രഷ്ഡ് അലുമിനിയത്തിന്റെ ഒരു ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഹെഡ്ലൈറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റിന്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാക്ഷൻ ബട്ടൺ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് നോക്കുവാണെങ്കിൽ ടിൽറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള സ്റ്റിയറിംഗ് ആണ് വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ ഉള്ളിലേക്ക് കയറുവാണെങ്കിൽ നമ്മൾ ഡോർ അടക്കുമ്പോൾ തന്നെ ഈ ഒരു വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ബിൽഡ് ക്വാളിറ്റിയാണ് വന്നത്. പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. 5 സ്റ്റാർ സേഫ്റ്റിയും വരുന്നുണ്ട്. അഡൾട്ടിനും ചൈൽഡിനും 5 സ്റ്റാർ സേഫ്റ്റി വരുന്ന വണ്ടിയാണിത്.
ഇനി നമുക്ക് നേരെ സ്റ്റിയറിംഗ് വീൽ നോക്കുവാണെങ്കിൽ ഒരു ചെറിയൊരു ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഹുണ്ടായിന്റെ ഇപ്പൊ നമ്മൾ ഈ ഒരു ബാഡ്ജ് തുടക്കം വന്നത് വെന്യൂ ഇവിയിലാണ്, വെന്യൂ അല്ല ക്രെറ്റ ഇവിയിലാണ് ഈ ഒരു ബാഡ്ജിങ്ങിന്റെ തുടക്കം വന്നത്. ഇത് ഹുണ്ടായിന്റെ ഒരു വേറൊരു വേർഷനിലുള്ള ഒരു ഹുണ്ടായി എന്നുള്ള ഒരു ബാഡ്ജിങ് ആണ്. ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ലെതർ റാപ്പ് ഒന്നും അല്ല, എന്നാലും ഇതിൽ ഇത് ഓരോ ബട്ടൺസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കി നല്ല പ്രീമിയം ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ മോഡ്, അതുപോലെ തന്നെ വോളിയം, അതുപോലെ തന്നെ കോളിന്റെ ബട്ടൺ ഒക്കെ സെറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിന്റെ പേജ് സെലക്ട് ചെയ്യേണ്ട ബട്ടൺ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്കിന് ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. എയർ ബാഗ് വന്നിട്ടുണ്ട്. 6 എയർ ബാഗ് വരുന്ന ഒരു വേരിയന്റ് ആണിത്. ഈ രീതിയിലാണ് ഇതിന്റെ സ്റ്റിയറിംഗിന്റെ കാര്യങ്ങൾ വരുന്നത്. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ വൈപ്പേഴ്സിന്റെ ഒക്കെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പാകത്തിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഏതൊരു മോഡിൽ ഇടുവാണെങ്കിലും സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഹുണ്ടായിയുടെ എല്ലാ വണ്ടികളിലും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഹെഡ്ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഓട്ടോ മോഡ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. പിന്നെ പറഞ്ഞ പോലെ ഇതിന്റെ പുഷ് സ്റ്റാർട്ട് ബട്ടൺ നേരത്തെ പറഞ്ഞിട്ടുണ്ടായത്, പുഷ് സ്റ്റാർട്ട് ബട്ടൺ വന്നിട്ടുണ്ട്. ഇനി നേരെ സെന്ററിലേക്ക് പോവുകയാണെങ്കിൽ 10.2 ഇഞ്ചിന്റെ വലിയ സ്ക്രീൻ കാണാൻ പറ്റും. അതിൽ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ വയർലെസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഓൺ ആക്കി കാണാം. അതിന് മുന്നേ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. AC വിൻഡ് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് AC വിൻഡ് വന്നിരിക്കുന്നത് സെന്ററിൽ. പിന്നെ ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആയിട്ടുള്ള AC ആണ് വന്നിട്ട്. അതിന്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ക്രീനിന്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ മാനുവൽ ആയിട്ട് ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു ടെക്സ്ചർ ഒക്കെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. എയർ ബാഗിന്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നേരത്തെ കണ്ട അതേ ടെക്സ്ചർ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. വെന്യൂന്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗ്ലോ ബോക്സ് ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ കണ്ട രീതിയിൽ AC വിൻഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെയും ഒരു സ്റ്റോറേജ് കാണാൻ പറ്റും. പിന്നെ ടോപ്പിലേക്ക് പോകുമ്പോൾ ഇത് വയർലെസ് ചാർജിങ്ങിന്റെ ഓപ്ഷനാണ് ഇവിടെ വരിക. ഇനി നേരെ താഴേക്ക് പോകുകയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു C ടൈപ്പ് ചാർജിങ് 1, 2, അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു നോർമൽ ചാർജിങ് വന്നിട്ടുണ്ട്. അങ്ങനെ ചാർജിങ്ങിന്റെ ഒരു നേരെ വലിയ ഇത് തന്നെ കാണാൻ പറ്റും. ഇവിടെയും സ്റ്റോറേജ് കൊടുത്ത് കാണാൻ പറ്റും. പിന്നെ നമ്മളെ വണ്ടി ഓണർ ഒരു കൂളിംഗ് ഗ്ലാസ് ഭ്രാന്തനാണ്, അതുകൊണ്ട് കുറെ കൂളിംഗ് ഗ്ലാസ് ഇതിൽ ഇൻക്ലൂഡ് ആക്കി വെച്ചിട്ടുണ്ട്. 3 കൂളിംഗ് ഗ്ലാസ് ഓൾറെഡി കിട്ടി. പിന്നെ ഇതിന്റെ ഗിയർ ബോക്സ് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു വണ്ടി 1.2 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനുള്ള ഒരു വണ്ടിയാണിത്. പവർ നോക്കുവാണെങ്കിൽ 82 bhp, അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 114 Nm ടോർക്കും വന്നിട്ടുണ്ട്. മാനുവൽ ആയിട്ടുള്ള ഹാൻഡ് ബ്രേക്ക് കാണാൻ പറ്റും. ഇത് സ്റ്റോറേജ് ഒക്കെ ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനി നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ മാനുവൽ ആയിട്ടുള്ള ഡിം ചെയ്യാൻ പറ്റുന്ന മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ്സ് അവിടെ ഇൻക്ലൂഡ് ആക്കി കാണാൻ പറ്റും. പിന്നെ ഈ ഒരു വണ്ടിയിൽ HS5+ തൊട്ട് സൺറൂഫ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ സൺറൂഫ് ഒരു സിംഗിൾ പെയിൻ ആയിട്ടുള്ള സൺറൂഫ് ഉണ്ട്. അത് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മിററും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ആക്കിയില്ല. രണ്ട് ഭാഗത്തും ആ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിന്റെ ഇത് കാണാം. നമുക്ക് അതായത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഇത് പുഷ് സ്റ്റാർട്ട് ബട്ടൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ഇതിന്റെ മീറ്റർലെസ് ഓൺ ആയി വരുന്നത്. ഇനി ഓരോന്നായിട്ട് പറഞ്ഞുതരാം. RPM ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്യൂവലിന്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ എഞ്ചിൻ ഹീറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. ഇപ്പൊ 555 കിലോമീറ്റർ ഓടാനുള്ള ഫ്യൂവൽ ഇതിലുണ്ട്. പിന്നെ ഓടോ നോക്കുവാണെങ്കിൽ 414 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 22 ടെമ്പറേച്ചർ വരുന്നുണ്ട്. ഇത് സ്ക്രീന് മാറ്റുവാണെങ്കിൽ ഡ്രൈവർ അസിസ്റ്റൻസ് ഓരോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വാണിംഗ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. ക്ലസ്റ്റർ ലൈറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ക്ലസ്റ്ററിന്റെ തീം മാറ്റാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ ലൈറ്റ്സ്, ഇല്യൂമിനേഷൻ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരുപാട് സെറ്റിംഗ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡോറിന്റെ ഓപ്ഷൻ, ഓട്ടോ അൺലോക്ക്, ഹോൺ ഫീഡ്ബാക്ക്, കൺവീനിയൻസ്, യൂണിറ്റ് റീസെറ്റ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൽ കൂടുതലായിട്ട് പറയുന്നില്ല. ഇത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെ ഡിസ്പ്ലേ ആണ്. ഇതിൽ സിൻസ് ലാസ്റ്റ് ഇതിന്റെ മൈലേജ് ഇത് എടുത്തിട്ട് അത്ര ഓടി ഇല്ല, അതുകൊണ്ട് മൈലേജ് സെറ്റ് ആയിട്ടില്ല. ഫസ്റ്റ് സർവീസ് ഒക്കെ കഴിയണം. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 3 മെനുവാണ് വന്നിട്ടുള്ളത്. ഇനി നേരെ സെന്ററിലേക്ക് നോക്കുവാണെങ്കിൽ ഇത് വയർലെസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേയും കണക്ട് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത്. 10.2 ഇഞ്ചിന്റെ ഒരു സ്ക്രീൻ ഇവിടെയും ഒരു സ്ക്രീൻ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് നമ്മൾ പാട്ടൊക്കെ വെച്ച് നോക്കി കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് കേൾപ്പിച്ചതിനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെ നല്ല രീതിയിലുള്ള ഡീസെന്റ് ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള രീതിയിലുള്ള സൗണ്ട് കിട്ടും. ഡോറിന്റെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് സൗണ്ട് ക്വാളിറ്റി നല്ല രീതിയിൽ മാറ്റങ്ങൾ വരും. ആ രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. സൺറൂഫ് നോക്കുവാണെങ്കിൽ മാനുവൽ ആയിട്ടുള്ള ഷെയ്ഡ് വന്നിട്ടുണ്ട്. സൺറൂഫ് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള സൺറൂഫ് ആണ്. സിംഗിൾ പ്രസ്സിൽ ഓപ്പൺ ആവുന്ന രീതിയിൽ സിംഗിൾ പെയിൻ ആയിട്ടുള്ള സൺറൂഫ് ആണ് വന്നിട്ടുള്ളത്. അത് ക്ലോസ് ചെയ്യാനും ഈ രീതി തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാം. പിന്നെ എവിടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇതിന്റെ സൺറൂഫിന്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നേരെ പിൻഭാഗത്തെ ഡോർ നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ഡോർ വന്നിരിക്കുന്നത്. വലിയൊരു ഗ്ലാസ് ഏരിയ വന്നിട്ടുണ്ട്. സ്പീക്കർ ഇത് ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ മുൻഭാഗത്ത് കണ്ട രീതിയിലുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറി ലെഗ് സ്പേസ് കാണാം. നമ്മൾ നേരെ കയറി ഇരിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ലെഗ് സ്പേസ് ഉണ്ട്, ഹെഡ് റൂം ഉണ്ട്, അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ AC വെന്റ് വന്നിട്ടുണ്ട്. നേരത്തെ കണ്ടതിന്റെ ബാലൻസ് കൂളിംഗ് ഗ്ലാസ് ഒന്നും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവിടെ AC വെന്റ് കൊടുത്തിട്ടുണ്ട്. 2 ചാർജിങ് C ടൈപ്പ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓവറോൾ വന്നിരിക്കുന്നത്. നല്ല ഗ്ലാസ് ഏരിയ ഉള്ളതുകൊണ്ട് നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ലോങ് റൈഡിനൊക്കെ അടിപൊളിയായിരിക്കും.
ആ രീതിയിലാണ് ഇതിന്റെ പിൻഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫുള്ളി ഒരു ബീജ് വൈറ്റിന്റെ ഒരു ഷെയ്ഡുള്ള ബീജ് തീമിലാണ് ഫുള്ളി വന്നത്. അതുകൊണ്ട് നല്ല പ്ലസന്റ് ആയിരിക്കാൻ പറ്റുന്നുണ്ട് ഇതിനുള്ളിൽ. അപ്പോൾ ഇതാണ് ഇതിന്റെ പിൻഭാഗത്തെ കാര്യമുള്ളത്. അപ്പോൾ നമ്മൾ ഓവറോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി ഇതിന്റെ എഞ്ചിൻ സ്പെക്ക് പറയുകയാണെങ്കിൽ 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ MBI എഞ്ചിനാണ് വരുന്നത്, പെട്രോൾ എഞ്ചിൻ. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ പവർ വരുവാണെങ്കിൽ 82 bhp, അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 114 Nm ടോർക്ക് വരുന്ന ഒരു അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള എഞ്ചിനാണ്. നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. പിന്നെ മൈലേജ് ഇപ്പോൾ കാണിക്കുന്നത് 10.7 ആണ്. ഇപ്പോൾ ഓടിയ കറന്റ് 448 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് സർവീസ് ഒക്കെ കഴിയുമ്പോൾ ഏകദേശം 15 അപ്പോൾ മൈലേജ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഇതിന്റെ കാര്യങ്ങൾ ഇത്രയാണുള്ളത്. ഇത് നമ്മുടെ സ്വന്തം ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ് എടുത്തിട്ട് അത്രേ ഓടിയിട്ടുള്ളൂ. കുറച്ചും കൂടി ഓടിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത് 12 ലക്ഷത്തിനുള്ളിലാണ് ഇതിന്റെ ഓവറോൾ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഓവറോൾ കാര്യങ്ങളുള്ളത്. പിന്നെ മറ്റു വേരിയന്റിനെ അപേക്ഷിച്ച് ഈ ഒരു വണ്ടി കൂടുതൽ സെയിൽ ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു മോഡൽ തൊട്ടാണ് സൺറൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ പുഷ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രൈസിനുള്ള ഒരു വെർത്തായിട്ടുള്ള ഒരു വണ്ടിയാണിത്. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് 4 സിലിണ്ടർ ആണ് എഞ്ചിൻ വരുന്നത്, ഒരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ പറയണം. അപ്പോൾ അത്രയാണ് ഇതിന്റെ ഓവറോൾ കാര്യങ്ങളുള്ളത്. ഇതിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വണ്ടി വരുന്നത്. സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ബട്ടർ സ്മൂത്ത് എന്ന് വേണം പറയാം, അത്രക്ക് സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വിസിബിലിറ്റി നോക്കുവാണെങ്കിൽ നല്ല വിസിബിലിറ്റി കാണുന്നുണ്ട്. നല്ലൊരു നമ്മുടെ ഈ ഒരു ബോണറ്റിന്റെ എഡ്ജ് കാണുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് വണ്ടി എടുത്ത് പോകാൻ. സസ്പെൻഷൻ ആണെങ്കിൽ അടിപൊളിയാണ് സസ്പെൻഷൻ. ഫ്രണ്ടിൽ മാക്ഫേഴ്സൺ സ്ട്രെറ്റ്, പിൻപിൽ ട്വിസ്റ്റ് വീമാണ് വരുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഇത് കിട്ടുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കോൺഫിഡൻസ് വേറെയും കിട്ടുന്നുണ്ട്. പിന്നെ വണ്ടി അത്യാവശ്യം റെസ്പോൺസീവ് ആണ് കേട്ടോ, ചവിട്ടുമ്പോൾ തന്നെ കയറി പോകുന്നുണ്ട്. അപ്പോൾ അത്രയാണ് ഇതിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വെന്യൂ 2026 HX5+ വിശേഷങ്ങളുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് മാത്രം പറയാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു കൊടുക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.